ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലെത്തി. നല്ല വിശപ്പുണ്ട്. നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കാൻ നല്ല മടിയുണ്ട്. പക്ഷേ വിശന്നാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ബ്രോസ്റ്റഡ് ഉണ്ട്, ഫ്രോസൺ ആണ്. അങ്ങനെ ഞാനും കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു നാൻ നമുക്ക് ജപ്പാനിലെ ഹലാൽ ഫുഡിലൊക്കെ കിട്ടുന്നതാണ്. ഇത് ഫ്രോസൺ ബ്രോസ്റ്റഡ് ആണ്. ഇത് നല്ല രീതിയിൽ ഹാഫ് കുക്കഡ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഫുൾ വീഡിയോ ആണിത്. അങ്ങനെ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എണ്ണ ചൂടായി, അതിലേക്ക് ഇതാ ഫ്രോസൺ ബ്രോസ്റ്റഡ് ഇട്ടു. നല്ല തണുത്ത ബ്രോസ്റ്റഡ് ആണ്. അങ്ങനെ അത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം. ഫൈനലി അത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായപ്പോൾ അത് നമ്മൾ എടുത്തു മാറ്റി. ഇനി നേരെ നാൻ ഉണ്ടല്ലോ, നാൻ നല്ല രീതിയിൽ ചൂടാക്കണം. ഈ നാൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് നല്ല രീതിയിൽ വയറ് ഫുള്ളാവും. ഈ ഒറ്റൊരു ഞാൻ മതി. പക്ഷേ ഈ പാത്രത്തിലാണ് ഞാൻ ആക്കുന്നത്, കാരണം നല്ല വലിപ്പമുണ്ട്. ഇതിന് പറ്റിയുള്ള പാത്രമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പിലാണ് ഞാൻ ആക്കുന്നത്. നമ്മുടെ പോസ്റ്റർ കണ്ടോ, അകത്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ അവിടെ നിന്ന് വേകുന്നുണ്ട്, അതാവട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടിയും കട്ട് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പണ്ടേ ഉള്ളൊരു സ്വഭാവമാണല്ലോ കഴിക്കുന്നത്, ഇടയ്ക്കെടുത്ത് കഴിച്ചു. അങ്ങനെ ഇതുപോലെ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് റാപ്പിലേക്ക് ഇടാൻ പറ്റൂ. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചൂടായി. ഞാനിലേക്ക് കുറച്ച് മയോണൈസ്, ഇവിടെ കിട്ടുന്ന മയോണൈസ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ല. അതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ടു, കുറച്ച് സോസ് ഇട്ടു. നല്ല രീതിയിൽ ഫുൾ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ല രീതിയിൽ നാനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓൾ സെറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രോസ്റ്റഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫൈനലി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു, ചെറിയൊരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കണം. ഇനി നല്ല രീതിയിൽ കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ റോൾ ചെയ്തെടുത്തു. അങ്ങനെ ഒന്ന് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ പകുതിയാക്കി നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത സാധനം ഒന്നും കൂടി ചൂടാക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുമ്പോൾ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാം. ഫൈനലി നല്ല രീതിയിൽ ചൂടാക്കി എടുത്തു. ഇനി ചെറിയ രീതിയിൽ എൻ്റെ വക ഒരു ഡെക്കറേഷനും കൂടെ കൊടുത്തു. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയുന്നതല്ല. കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രോസ്റ്റഡ് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതൊന്ന് ഞാൻ ഇന്ന് കഴിച്ചു തീർക്കട്ടെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.